കർക്കടക മാസത്തിന്റെ പുണ്യവുമായി ജൂലൈ മാസം നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. കേരളീയ ജ്യോതിഷ പഞ്ചാംഗ പ്രകാരം ഏറെ സവിശേഷതകളുള്ള ഒരു കാലഘട്ടമാണിത്. മിഥുനമാസത്തിന്റെ അവസാന പകുതിയും കർക്കടകത്തിന്റെ തുടക്കവും ഒത്തുചേരുന്ന ജൂലൈ മാസം വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാനും മനസ്സിലെ വിഷമതകൾ അകറ്റാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പൊതുവെ കർക്കടകത്തെ പഞ്ഞമാസമെന്നും ദുരിതങ്ങളുടെ കാലമെന്നുമൊക്കെ ആളുകൾ പറയാറുണ്ടെങ്കിലും യഥാർത്ഥ പ്രാർത്ഥനകളിലൂടെയും നല്ല കർമ്മങ്ങളിലൂടെയും ഈ കാലയളവിനെ മഹാഭാഗ്യത്തിന്റെ നാളുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. സൂര്യൻ കർക്കടക രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ വേളയിൽ പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ അശുഭകരമായ ഊർജം നിറയാൻ സാധ്യതയുള്ള ഈ സമയത്ത് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. വീടിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയും പഴയ സാധനങ്ങളും മാറ്റി എപ്പോഴും പ്രകാശപൂരിതമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. വൈകുന്നേരങ്ങളിൽ സന്ധ്യാവിളക്ക് കൊളുത്തി വീട് മുഴുവൻ ദീപം തെളിക്കുന്നത് ഐശ്വര്യദേവിയായ ലക്ഷ്മി ഭഗവതിയെ നമ്മുടെ ഹൃദയത്തിലേക്കും ഇല്ലത്തിലേക്കും ആനയിക്കാൻ സഹായിക്കും. പണ്ടുകാലം മുതലേ നമ്മുടെ കാരണവന്മാർ പകർന്നു തന്നിട്ടുള്ള അറിവുകൾ പ്രകാരം ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ പോലും കുടുംബത്തിൽ വലിയ അഭിവൃദ്ധിയാണ് കൊണ്ടുവരിക. കർക്കിടക മാസത്തിൽ വീടുകളിൽ നിന്ന് ദാരിദ്ര്യവും രോഗങ്ങളും ഒഴിപ്പിച്ചു നിർത്താൻ ചേട്ടാഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങുകൾ പലയിടത്തും പതിവുണ്ട്. ഇതിനായി വീടും പറമ്പും പൂർണ്ണമായി വൃത്തിയാക്കി തുളസിത്തറയിലും പൂമുഖത്തും വിളക്കുവെച്ച് പ്രാർത്ഥിക്കുന്നത് വരും മാസങ്ങളിൽ വലിയ രീതിയിലുള്ള ധനാഗമനത്തിനും ശാന്തിക്കും വഴി തുറക്കും. വീടുകളിൽ ഈ സമയത്തുണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് മാറാൻ സാധ്യതയുള്ളതിനാൽ നമ്മുടെ സംസാരത്തിൽ വളരെയധികം നിയന്ത്രണവും ശാന്തതയും പാലിക്കേണ്ടതുണ്ട്. കർക്കിടക കഞ്ഞി പോലെയുള്ള ഔഷധക്കഞ്ഞികൾ തയ്യാറാക്കി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത് ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബത്തിലെ ഒത്തൊരുമയെയും സ്നേഹത്തെയും വർദ്ധിപ്പിക്കും. ജ്യോതിഷശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ വീട്ടിൽ നടത്തിയാൽ എത്ര വലിയ ദോഷവും മാറിപ്പോകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാം. കുടുംബത്തിൽ വിട്ടൊഴിയാതെ നിൽക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റി ജീവിതം സമാധാനപൂർണമാക്കാൻ ഈ മാസം ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ഹൃദയപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല വീടുകളിലും കാരണം കൂടാതെ പണം നഷ്ടപ്പെടുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതിരിക്കുക, നിത്യവും രോഗപീഠകൾ അലട്ടുക എന്നിവയൊക്കെ സാധാരണയായി കണ്ടുവരാറുണ്ട്. വീടിന്റെ വാസ്തുദോഷം കൊണ്ടോ അല്ലെങ്കിൽ അശുഭകരമായ ഊർജത്തിന്റെ അതിപ്രസരം കൊണ്ടോ ഒക്കെയാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനൊരു പരിഹാരമായി ഈ ജൂലൈ മാസത്തിൽ നിത്യവും രാവിലെയും വൈകുന്നേരവും വീടും പരിസരവും അടിച്ചുതെളിച്ച് ശുദ്ധിയാക്കാൻ മടിക്കരുത്. ചാണകം മെഴുകി വീട് വൃത്തിയാക്കുന്ന പഴയ രീതികൾ ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ലെങ്കിലും വെള്ളത്തിൽ അല്പം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീടിന്റെ തറ തുടയ്ക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കും. വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറി ഐശ്വര്യം വരാൻ ഏറ്റവും ഉത്തമം നിത്യവും കിഴക്കോട്ട് തിരിഞ്ഞുനിന്ന് ഭക്തിയോടെ രാമായണം പാരായണം ചെയ്യുകയാണ്. കർക്കടകം രാമായണ മാസമായതിനാൽ ജൂലൈ പകുതിയോടെ തന്നെ നമുക്കിത് ആരംഭിക്കാവുന്നതാണ്. രാമായണത്തിലെ അയോധ്യാകാന്ഡം മനസ്സിരുത്തി വായിക്കുന്നത് വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അകറ്റാൻ വളരെ വിശേഷപ്പെട്ടതാണ്. കൂടാതെ വീടിന്റെ വടക്കുകിഴക്കേ മൂലയിൽ അഥവാ ഈശാന കോണിൽ നിത്യവും ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധജലം വെച്ച് അതിൽ തുളസിയിലയിട്ട് സൂക്ഷിക്കുന്നത് വീട്ടിലെ ധനനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. ഈ വെള്ളം പിറ്റേന്ന് രാവിലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും വലയുന്നവർ ഈ മാസം വരുന്ന കറുത്ത വാവു ദിവസം പിതൃക്കൾക്ക് ബലിയിടുന്നത് പിതൃശാപങ്ങളും ദുരിതങ്ങളും അകറ്റി കുടുംബത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും. വീട്ടിലെപ്പോഴും ദൈവചിന്തയും പ്രാർത്ഥനയും നിറഞ്ഞ അന്തരീക്ഷമുണ്ടായാൽ ഒരു തരത്തിലുള്ള ദുരിതങ്ങളും നമ്മളെ ബാധിക്കില്ല. പട്ടിണിയും കഷ്ടപ്പാടും മാറി വീട് ഐശ്വര്യത്തിലേക്ക് ഉയരാൻ ഈ ലളിതമായ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്നത് വഴിതെളിക്കും. വീട്ടിലെ പ്രിയപ്പെട്ടവർ തമ്മിലുണ്ടാകുന്ന ശത്രുതയും വിദ്വേഷവും മാനസിക സങ്കടങ്ങളും മാറ്റിയെടുക്കാൻ ഈ കാലയളവിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പല കുടുംബങ്ങളിലും സഹോദരങ്ങൾ തമ്മിലോ ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലോ വലിയ രീതിയിലുള്ള മാനസിക അകൽച്ചയും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളുടെ കണ്ണേറോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയോ കാരണമാകാം കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് മാറാൻ വീടിന്റെ ഉമ്മറത്ത് കരിങ്കണ്ണന്മാരുടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്.
ഒരു ചെറിയ കറുത്ത തുണിയിൽ അല്പം കല്ലുപ്പും കരിയും ചേർത്ത് കെട്ടി വീടിന്റെ പ്രധാന വാതിലിനു മുകളിൽ തൂക്കുന്നത് മറ്റുള്ളവരുടെ മോശം ചിന്തകളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ശത്രുത മാറി സ്നേഹം നിറയാൻ വീട്ടിൽ നിത്യവും സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ്. നെയ്യിന്റെ സുഗന്ധവും ദീപത്തിന്റെ പ്രകാശവും മനസ്സിലെ കറുത്ത ചിന്തകളെ മാറ്റി പരസ്പര സ്നേഹം നിറയ്ക്കും. വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശ്വരഫലം ലഭിക്കില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. സങ്കടങ്ങൾ അധികമാകുമ്പോൾ മനസ്സ് തളർന്നുപോകാതെ ഇരിക്കാൻ നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുന്നത് കുടുംബബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. പരസ്പരം പഴിചാരാതെ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബം മുഴുവൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് പരസ്പരമുള്ള ശത്രുതയും സങ്കടങ്ങളും ഇല്ലാതാക്കി സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല കുടുംബജീവിതം സമ്മാനിക്കും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ മാസം മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവുണ്ടാകുക, അനുസരണക്കേട് കാണിക്കുക, എപ്പോഴും ദേഷ്യപ്പെടുകയോ അനാവശ്യമായി വാശിപിടിക്കുകയോ ചെയ്യുക എന്നിവ ഈ സമയത്ത് സാധാരണയായി കണ്ടുവരാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും വരാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണിത്. നമ്മുടെ മക്കളുടെ പഠനപരമായ ബുദ്ധിമുട്ടുകളും മനസ്സിന്റെ ചഞ്ചലതയും മാറ്റി അവരെ നേർവഴിക്ക് നയിക്കാൻ ജ്ഞാനദായിനിയായ സരസ്വതീ ദേവിയെ ഉപാസിക്കുന്നത് ഏറെ ഉത്തമമാണ്. നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം ഓം ഐം സരസ്വത്യൈ നമ എന്ന പവിത്രമായ മന്ത്രം കുട്ടികളെക്കൊണ്ട് 12 തവണയെങ്കിലും ജപിപ്പിക്കുന്നത് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മുറിയിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായിരുന്ന് പഠിക്കാനുള്ള അന്തരീക്ഷം മാതാപിതാക്കൾ ഒരുക്കണം. പഠനമേശ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം അവിടെ ഒരു ചെറിയ മയിൽപ്പീലി വയ്ക്കുന്നത് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കുട്ടികളിൽ കണ്ടുവരുന്ന വാശിയും ദേഷ്യവും മാറാൻ ഉണ്ണിക്കണ്ണന്റെ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രം പൂജാമുറിയിലോ വീട്ടിലോ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രകൃത്യാ തന്നെ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം ഏൽക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആഴ്ചയിലൊരിക്കൽ അല്പം ഉപ്പും കടുകും ഉണക്കമുളകും ചേർത്ത് അവരുടെ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലോ തീയിലോ ഇടുന്നത് ദോഷങ്ങളകറ്റും. രാത്രിയിൽ കുട്ടികൾ ഭയന്ന് ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടെങ്കിൽ കിടക്കാൻ നേരം ഹനുമാൻ ചാലീസയോ രാമനാമമോ ചൊല്ലിക്കൊടുക്കുന്നത് അവരുടെ മനസ്സിലെ ഭയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും. എല്ലാറ്റിലുമുപരി മക്കളെ ദേഷ്യപ്പെടുന്നതിനു പകരം അവരോട് ഹൃദയം തുറന്ന് സ്നേഹത്തോടെ സംസാരിക്കാനും അവരുടെ മാനസിക വിഷമങ്ങൾ തിരിച്ചറിയാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. മംഗല്യഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ഈ കാലഘട്ടം. ജ്യോതിഷശാസ്ത്രപ്രകാരം ദക്ഷിണായനത്തിന്റെ തുടക്കമായതുകൊണ്ടുതന്നെ കർക്കടകമാസത്തിൽ സാധാരണയായി വിവാഹങ്ങൾ നടത്താറില്ല. ശുഭകർമ്മങ്ങൾക്ക് ഈ സമയത്ത് ചില നിയന്ത്രണങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിവാഹാലോചനകൾ നടത്തുന്നതിനോ ജാതകപ്പൊരുത്തം നോക്കുന്നതിനോ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. വിവാഹം നീണ്ടുപോകുന്നവർക്കും ജാതകത്തിൽ ചൊവ്വാദോഷമോ രാഹുദോഷമോ കാരണം ബുദ്ധിമുട്ടുന്നവർക്കും പരിഹരണ കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പെൺകുട്ടികളുടെ മംഗല്യ തടസ്സങ്ങൾ മാറാൻ നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധിയോടെ പാർവതീദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയും സ്വയംവര മന്ത്രം ജപിക്കുകയും വേണം. തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും തടസ്സങ്ങൾ വേഗത്തിൽ മാറാൻ സഹായിക്കും. ആൺകുട്ടികളുടെ വിവാഹം വേഗത്തിലാകാൻ ലക്ഷ്മീനാരായണ പൂജ നടത്തുന്നതോ ഭഗവതിക്ക് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോ ഉത്തമമാണ്. ഈ മാസത്തിൽ വിവാഹ ആലോചനകൾ നടത്തുമ്പോൾ ജാതകപ്പൊരുത്തം വളരെ കൃത്യമായി നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവി ജീവിതത്തിൽ ദോഷം ചെയ്തേക്കാം. മംഗല്യ തടസ്സങ്ങൾക്ക് കാരണം ഒരുപക്ഷെ പിതൃദോഷം കൂടിയാകാം എന്നതിനാൽ ഈ മാസം വരുന്ന പുണ്യദിനങ്ങളിൽ പിതൃക്കൾക്ക് കൃത്യമായി ബലിതർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല ആലോചനകൾ വന്നെത്തും. വിവാഹം വൈകുന്നതിലൂടെ ഉണ്ടാകുന്ന മാനസിക സങ്കടങ്ങളിൽ തളരാതെ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നമ്മൾ ശീലിക്കണം. ഈ ജൂലൈ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ജ്യോതിഷപ്രകാരം ചില പ്രവൃത്തികൾ ഈ സമയത്ത് ചെയ്താൽ വലിയ ദോഷങ്ങൾ ജീവിതത്തിൽ വന്നുഭവിച്ചേക്കാം. പുതിയ വീടുപണി ആരംഭിക്കുക, ഗൃഹപ്രവേശം നടത്തുക, പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുക തുടങ്ങിയ പ്രധാനപ്പെട്ട ശുഭകാര്യങ്ങൾ ഈ മാസത്തിൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവ ഈ സമയത്ത് ചെയ്താൽ വിചാരിച്ചതുപോലെ വിജയം ലഭിക്കാതെ വരികയോ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ ദാനധർമ്മങ്ങൾ ചെയ്യാനും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനും ഈ മാസം ഏറെ വിശേഷപ്പെട്ടതാണ്.
പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും വസ്ത്രങ്ങൾ നൽകുന്നതും നമ്മുടെ മുൻജന്മ പാപങ്ങളെപ്പോലും കഴുകിക്കളയാൻ സഹായിക്കും. ഈ സമയത്ത് അനാവശ്യമായ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലുള്ള യാത്രകൾ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കോപവും പരദൂഷണവും പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആരോടും ശത്രുത പുലർത്താതെ എല്ലാവരോടും ദയവോടെയും കരുണയോടെയും പെരുമാറാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ നിത്യവും സന്ധ്യാസമയത്ത് നാമം ജപിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം. കള്ളം പറയുന്നതും മറ്റുള്ളവരെ ചതിക്കുന്നതും ഈ കാലയളവിൽ വലിയ ദോഷഫലങ്ങൾ കൊണ്ടുവരും. പശുക്കൾക്ക് പുല്ലോ പഴമോ നൽകി സംരക്ഷിക്കുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. പ്രകൃതിയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാൽ ദൈവാനുഗ്രഹം താനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. ഈ പുണ്യമാസത്തിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെക്കുറിച്ചും അർപ്പിക്കേണ്ട വഴിപാടുകളെക്കുറിച്ചും ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. കർക്കടകമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക രാമായണ പാരായണത്തിന്റെ പവിത്രമായ നാദമാണ്. അതുകൊണ്ടുതന്നെ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഈ കാലയളവിൽ ഭക്തിപൂർവം നെഞ്ചോട് ചേർത്ത് ഭജിക്കണം. ഹൃദയം ഉരുകിയുള്ള രാമനാമ ജപം നമ്മുടെ മനസ്സിന് അഭൗമമായ ശാന്തിയും ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യവും പകർന്നു നൽകും. കൂടാതെ ശരീരത്തെയും മനസ്സിനെയും അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് മോചനം നേടാനായി ധന്വന്തരിമൂർത്തിയെയും ശിവഭഗവാനെയും മനമുരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ ശിവന് ധാരയും കൂവളമാലയും സമർപ്പിക്കുന്നത് രോഗദുരിതങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ജീവിതത്തിലെ തടസ്സങ്ങളും വിഘ്നങ്ങളും നീങ്ങിക്കിട്ടാൻ ഗണപതി ഭഗവാന് നിത്യവും കറുകമാല സമർപ്പിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ്. കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും നിറയുന്നതിനായി മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും ഭജിക്കണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വീടുകളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വറ്റാത്ത പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും. ഈ മാസത്തിലെ അനുയോജ്യമായ ഏതെങ്കിലും ഒരു ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസം വഴിപാടായി സമർപ്പിച്ചു കഴിക്കുന്നത് കുടുംബത്തിനു മുഴുവൻ വലിയ അനുഗ്രഹമായി മാറും. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും പൂർണ്ണമായ വിശ്വാസത്തോടെയും നിഷ്കളങ്കമായ ഭക്തിയോടെയും ആയിരിക്കാൻ ശ്രദ്ധിക്കണം. വെറുതെ മന്ത്രങ്ങൾ ഉരുവിട്ടതുകൊണ്ട് മാത്രം ഫലമുണ്ടാകില്ല. നമ്മുടെ മനസ്സും ചിന്തകളും അത്രമേൽ ശുദ്ധമായിരിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ദൈവനാമം ജപിക്കാനായി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് സമയം കണ്ടെത്തുന്നത് ഏറെ നന്മ ചെയ്യും. ഈ മാസത്തിലെ ശുഭകരമായ സമയങ്ങളെക്കുറിച്ചും നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുടെ കൃത്യമായ സമയക്രമത്തെക്കുറിച്ചും ജ്യോതിഷ പഞ്ചാംഗത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് 4:30ക്കും 6 മണിക്കുമിടയിലുള്ള പവിത്രമായ സമയത്ത് നിദ്ര വെടിഞ്ഞ് ഉണരുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ പുണ്യസമയത്ത് ഉണർന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം ഇരട്ടിയായിരിക്കുമെന്നാണ് വിശ്വാസം. വൈകുന്നേരം 6 മണിക്ക് മുൻപായി തന്നെ വീട് മുഴുവൻ പ്രകാശപൂരിതമാക്കി വിളക്കുകൾ തെളിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. സന്ധ്യാനേരത്ത് ഉറങ്ങുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ദൂരയാത്രകൾ ചെയ്യുന്നതോ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദാരിദ്ര്യത്തെയും മൂദേവിയെയും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഈ മാസത്തിൽ കടന്നുവരുന്ന ഏകാദശി, പ്രദോഷം, കറുത്തവാവ് തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങൾ മനസ്സിലാക്കി വ്രതം അനുഷ്ഠിക്കുന്നത് ആത്മാവിന് വലിയ പുണ്യം സമ്മാനിക്കും. ഓരോ ദിവസത്തെയും രാഹുകാലം കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായി പകൽ സമയങ്ങളിൽ വരുന്ന രാഹുകാലം ഒഴിവാക്കി ശുഭസമയങ്ങൾ നോക്കിവേണം നമ്മുടെ യാത്രകളും മറ്റ് പ്രധാന കാര്യങ്ങളും ആസൂത്രണം ചെയ്യാൻ. വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂജകളോ പ്രാർത്ഥനകളോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് മുൻപായി തന്നെ പൂർത്തിയാക്കുന്നതാണ് ഏറെ ഉത്തമം. സമയത്തിന്റെ വിലയും പ്രാധാന്യവും മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും കൃത്യമായ ചിട്ടയോടെ ചെയ്താൽ ഈ ജൂലൈ മാസം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വറ്റാത്ത ഐശ്വര്യവും കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല.